അനീഷ് ആതിരയോടും നൂറയോടും പറയുകയാണ്, ഫിനാലേക്ക് ചിലപ്പം വീട്ടുകാർ വരും കേട്ടോ. ആണോ, അങ്ങനെയുണ്ടോ എന്ന് നൂറ് ചോദിക്കുന്നുണ്ട്. എൻ്റെ കൈ ഉരുളക്കിഴങ്ങായിരിക്കുന്നു കേട്ടോ, ഞാനെടുത്ത് പെരട്ടുവെന്ന് പറയുന്നുണ്ട് ആദില. എല്ലാവരുടെയും വീട്ടുകാർ വരുന്ന പോലെ അല്ലല്ലോ നിങ്ങളുടെ വീട്ടുകാർ വരുന്നത്. ഫിനാലേക്ക് നമ്മളല്ലാതെ വേറെ ഓഡിയൻസ് ഉണ്ടാവുമോ എന്നൊക്കെ ആദില ചോദിക്കുന്നുണ്ട്. ആ സ്റ്റേജിൻ്റെ അവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടാവുമെന്ന് പറയുന്നുണ്ട് അനീഷും നൂറയും. നമ്മൾ കയറിയ സമയത്ത് കുറച്ച് ആൾക്കാരിരുന്നില്ലേ, അതുപോലെ കുറച്ച് പേരുണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും വീട്ടുകാരുണ്ടാവുമെന്ന് പറയുന്നുണ്ട് ആതിര. ആ കൂട്ടത്തിൽ നിങ്ങളുടെ വീട്ടുകാരുണ്ടായിരിക്കുമെന്ന് അനീഷ് പറയുന്നുണ്ട്. ഇതാണ് ഫാമിലി വീക്കിൻ്റെ സമയത്ത് ഒരു മനുഷ്യൻ പറഞ്ഞത്. പക്ഷേ ഫാമിലി വീക്ക് കഴിഞ്ഞിട്ടും കണ്ടില്ല, എവിടെ ആയിരുന്നു? അത് ഫിനാലേക്ക് വരാൻ വേണ്ടി വെച്ചിരിക്കുവാണെന്ന് അനീഷ് പറയുന്നുണ്ട്. ഫിനാലേക്ക് നിങ്ങൾ സ്റ്റേജിൽ കയറുമ്പോൾ ഉണ്ട് അവിടെ സൈഡിലായിട്ട് കുറേ ആൾക്കാരിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വീട്ടുകാരെ കാണുമ്പം അതിലെയും നൂറയും കരയുന്നതായിട്ട് അഭിനയിച്ചിങ്ങനെ കാണിക്കുകയാണ് അനീഷ്. കണ്ണീര് വീഴ്ത്തിയിട്ട് ഇങ്ങനെ കരയുന്നു. ലാലേട്ടൻ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല ലാലേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് നൂറെ അതിലേയും കരയുന്നു. അപ്പം ലാലേട്ടൻ പറയും, എന്നാൽ പിന്നെ മിണ്ടാതെ മോള് പോയൊരു മൂലയ്ക്ക് ഇരുന്നു എന്ന് പറയും. അപ്പം തന്നെ ലാലേട്ടൻ ചോദിക്കും, ഇത്രയും ബോൾഡായിട്ടിരുന്ന് അതിലതാ കുടുകൂടാന്ന് കരയുന്നു. അപ്പം അനീഷേട്ടൻ ഒരു ടിഷ്യൂ ബോക്സുമായിട്ട് വരുന്നു, കണ്ണ് ഉടയ്ക്കാതില്ലാന്ന് പറഞ്ഞിട്ട്. അപ്പുറത്ത് നിന്ന് നൂറ കരഞ്ഞപ്പോൾ നൂറയ്ക്കും കൊണ്ടുവന്ന് അനീഷേട്ടൻ ഒരു ടിഷ്യൂ കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുകയാണ് എല്ലാവരുടെ. ഇങ്ങനെ സാങ്കല്പികമായിട്ടൊരു കഥ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പം 3 പേരും കൂടി. അങ്ങനെ ഉണ്ടാവട്ടെ ഇൻഷാ അള്ളാ എന്നൊക്കെ പറയുന്നുണ്ട് നൂറ. കുറച്ച് മുന്നേ മുതലേ ഇവർ സംസാരിക്കുകയാണ് ലൈവിലിരുന്നിട്ട്. ആതിരയും നൂറയും അനിയത്തിമാരുണ്ടാക്കുന്ന ആഹാരത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അനിയത്തി നന്നായിട്ട് കുക്ക് ചെയ്യും, ഞാൻ ആഹാരം പാകം ചെയ്യുന്ന സമയത്ത് ഞാൻ ഓടിച്ചെന്ന് കൈയിട്ടെടുത്ത് കുറച്ച് കഴിക്കുമ്പോൾ ഉമ്മി എപ്പോഴും ചീത്ത പറയുമെന്നൊക്കെ വീട്ടിലെ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റായിട്ട് രണ്ടുപേരുടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തിനു വേണ്ടിയാണ് ഈ സാമ്പാർ തിളയ്ക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. എന്നിട്ട് അനീഷിനെ കൊണ്ട് ഇൻഷാ അള്ളാ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ആ അള്ളാ എന്നുള്ള ആ വാക്ക് അറബിക്കാണെന്നൊക്കെ പറയും. നമുക്കറിയത്തില്ല, നമ്മളറിയാവുന്നതൊക്കെയാണേ പറഞ്ഞത്. അപ്പോൾ അനീഷും അത് പറഞ്ഞിട്ട് കറക്റ്റ് ആയില്ലെന്ന് പറയുന്നു. എന്തൊക്കെയോ എനിക്കറിയത്തില്ല. ഇവർ കുറച്ച് നേരമായിട്ട് ലൈവിലിരുന്നിട്ട് ഭയങ്കര സ്നേഹപ്രകടനങ്ങൾ അനീഷിനോട്. ജിയോ ഹോട്ട്സ്റ്റാറിൽ അത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് ഒരു റിലാക്സ് ആവട്ടെ എന്ന് വിചാരിച്ച് അപ്പം തന്നെ ഒരു പരസ്യം കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. തുടർന്നുള്ള ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ.